ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാൻ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ്, എന്നാൽ അവർക്ക് ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ ആവാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഏറ്റവും സ്കോപ്പുള്ള 5 പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതാണെന്ന് നോക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സ്കോപ്പുള്ള, അതും ഹൈ പേയിങ് ജോബ്സ് ആയിട്ട് വരുന്ന പാരാമെഡിക്കൽ കോഴ്സസ് ഏതാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ സ്കോപ്പ് വരാൻ പോകുന്ന അല്ലെങ്കിൽ സ്കോപ്പുള്ള ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ. അപ്പോൾ ഈ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ഒരു ഡിസീസുകൾ ഡയഗ്നോസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മെഡിക്കൽ ടെസ്റ്റുകൾ റൺ ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുന്ന ആളുകളാണ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ജോബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്ത് കെയർ സർവീസിനുള്ള ഡിമാൻഡ് കൂടി വരുന്നിടത്തോളം കാലം അതേപോലെ തന്നെ പല പല ഡിസീസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനും ഇത് എന്തുകൊണ്ടാണ് വരുന്നത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്കിൽഡ് ലാബ് ടെക്നീഷ്യൻസിന്റെ ആവശ്യം അല്ലെങ്കിൽ അവർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടി വരികയാണ്. സോ ഈ ഒരു ജോബ് റോളിന്റെ സ്കോപ്പ് കാര്യങ്ങൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരാൻ പോകുന്ന ഒരു കോഴ്സാണ് MLT അല്ലെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു 4 to 6 lakh per annum വരെയുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഫ്രഷേഴ്സിന് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇനി നിങ്ങൾ അബ്രോഡ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഉയർന്നതായിട്ടുള്ളൊരു സാലറി പാക്കേജ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ, റിസർച്ച് സെന്റേഴ്സിൽ, ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിൽ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനും പറ്റും. അടുത്ത വരുന്ന ഹൈലി സ്കോപ്പുള്ളൊരു കോഴ്സാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HRA, MRI സ്കാനർ, CT സ്കാനർ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് നമുക്കറിയാം കുറേ അധികം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, സർവീസുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെൽത്ത് കെയറിൽ കൂടി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു MRI സ്കാൻസ് അതേപോലെ തന്നെ കുറേ അധികം ഇതേപോലത്തെ മെഷീൻസും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആളുകൾ ആവശ്യവും ഹോസ്പിറ്റൽസിൽ അതേപോലെ ക്ലിനിക്ക്, റിസർച്ച് സെന്റേഴ്സിലെ കാര്യങ്ങളിലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവരുടെ ജോബ് റോളും കൂടി വരുന്നതാണ്. ആൻഡ് നമുക്ക് ഈ ഒരു ഇന്ത്യയിലാണെങ്കിൽ ഒരു 4 to 8 lakh per annum വരെയുള്ള ഒരു സാലറി പാക്കേജ് ആയിരിക്കും ഫ്രഷേഴ്സിന് ഈ ഒരു ഇമേജിംഗ് ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അബ്രോഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും ഉയർന്ന ഒരു സാലറി പാക്കേജ് ലഭിക്കും. നെക്സ്റ്റ് കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. നമുക്കറിയാം സർജറിക്ക്, ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഡോക്ടേഴ്സിന്റെ ഒപ്പം അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരാണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോബ് റോൾ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ആളുകളായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റൽസിൽ തന്നെ ഇപ്പോൾ ഈ ഒരു സർജറിക്കൊക്കെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഫുള്ളി എക്യുപ്ഡ് ആണോ, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതേപോലെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3 to 5 lakh per annum വരെയുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഇന്ത്യയിൽ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ സർജറീസ്, ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കൂടി വരുന്നതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. നെക്സ്റ്റ് വരുന്ന ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി. നമുക്കറിയാം ഇഞ്ചുറി വന്നാലോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾക്കൊക്കെ അവരുടെ പഴയ ജീവിത രീതിയിലോട്ട് അല്ലെങ്കിൽ റിക്കവറി നേടാനായിട്ട് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് പറയും. അപ്പോൾ ഫിസിയോതെറാപ്പി ഇപ്പോൾ കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒരു ഫീൽഡാണ്. നമുക്ക് റിക്കവറി ഉണ്ടാവാൻ അതേപോലെ തന്നെ റീഹാബിലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഹോസ്പിറ്റൽസിൽ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ അതേപോലെ തന്നെ സ്പോർട്സ് ടീമിന്റെ ഒപ്പം ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം സ്പോർട്സിൽ ഓരോ ഇവന്റ്സിലും ഓരോ അത്ലറ്റ്സിനും ഓരോ പരിക്ക് പറ്റുമ്പോൾ ഇവർ ഫിസിയോതെറാപ്പിസ്റ്റുകളാണ് അവരെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്പോർട്സ് ടീമിന്റെ ഒപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഒരു 3 to 7 lakh per annum വരെയാണ് ഫ്രഷേഴ്സിന് ഈ ഒരു ഫിസിയോതെറാപ്പി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ നല്ലൊരു സ്പോർട്സ് ടീമിലൊക്കെ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻക്രീസ് സാലറി ഡിമാൻഡ് കൂടും. ആൻഡ് ഈ ഇന്ത്യൻ്റെ പുറത്താണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് കിട്ടും. നെക്സ്റ്റ് വരുന്ന ഒരു കോഴ്സാണ് BSc in AT and OT. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യ ടെക്നോളജിയും ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയും ഒരുമിച്ച് ഒരേ ഡിഗ്രി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ OT എന്താണ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അനസ്തേഷ്യ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സർജറി നടക്കുമ്പോൾ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇവർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അനസ്തേഷ്യ, നമുക്കറിയാം പേഷ്യൻസിന് അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർജറി നടക്കുമ്പോൾ. അപ്പോൾ അത് കറക്റ്റ് എമൗണ്ടിൽ കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ അനസ്തേഷ്യ ടെക്നോളജി പഠിച്ച ആൾക്കാർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഓപ്പറേഷൻ ടെക്നോളജിയും അനസ്തേഷ്യ ടെക്നോളജിയും ഒരുമിച്ച് വരുന്നത്, രണ്ടും ഒരുമിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണ് BSc in AT and OT. അപ്പോൾ അടുത്തത് ഹൈ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒരു പ്രൊഫഷനും കൂടിയാണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഈ പറഞ്ഞിട്ടുള്ള 5 എണ്ണമാണ് ഇപ്പോൾ ഏറ്റവും സ്കോപ്പ് കൂടിയിട്ടുള്ള 5 പാരാമെഡിക്കൽ കോഴ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ആവണ്ട, അതേപോലെ തന്നെ നഴ്സും ആവണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഹൈ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഏറ്റവും ബെസ്റ്റ് 5 പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന കോളേജ് ഏതാ നോക്കുക, ആ ഇൻസ്റ്റിറ്റ്യൂഷന് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി, പ്രാക്ടിക്കൽ നോളജ് കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് കോളേജസ് ഏതാണെന്ന് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാം. നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ഫ്രീ കരിയർ ഗൈഡൻസ് വേണം, നിങ്ങൾക്ക് ഈ കോഴ്സുകളെ കുറിച്ചും ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഞങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഇനി നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, അഡ്മിഷൻ ക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം.